ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ 12ാമത്തെ വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് വേണം കേട്ടോ ക്യാബേജ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ചോപ്പറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 3-4 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ 2 സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അരപ്പ് മിക്സിയിലിട്ടല്ല അരച്ചെടുക്കുന്നത്, അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കണം. തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ക്യാബേജിലോട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് പിന്നെ ഇതേ ഈ തേങ്ങയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇതുപോലെ തിരുമ്മിയെടുക്കണം കേട്ടോ. ഒരു പാനിലോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജ് അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ ഈ തോരൻ ഉണ്ടാക്കുന്നതിന്. കാര്യം കുറേ നേരം നമ്മളിട്ട് ഇളക്കിയാൽ മാത്രമേ ഇത് ഡ്രൈ ആയി വരുള്ളൂ. നമ്മുടെ സദ്യയിലൊക്കെ കിട്ടുന്ന ക്യാബേജ് തോരൻ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ സദ്യയിലൊക്കെ വിളമ്പുന്ന ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഓണം സീരീസിൽ നാളെ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.